ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഹോശേയ 2:14. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്നുള്ളവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയിൽ വെച്ച് ദൈവം സംസാരിക്കും. മരുഭൂമി ഊഷരമായ മരുപ്പറമ്പാണ്. ഒരു തെല്ലും കനിവില്ല, അലിവില്ല, ആർദ്രതയില്ല. ഉണങ്ങി വരേണ്ട ഭൂമി, ഉണങ്ങി വരേണ്ട മരുഭൂമിയിൽ, ഉണങ്ങി വരേണ്ട അനുഭവത്തിൽ ദൈവം നമ്മോട് സംസാരിക്കും. അത് അനുഗ്രഹകരമായ കാര്യമാണ്. നമ്മുടെ പലരുടെയും ജീവിതത്തിൽ വരൾച്ചയുണ്ട്, പലതിലും വരൾച്ചയുണ്ട്. സാമ്പത്തികമായ വരൾച്ചയുള്ള എത്രയോ ആളുകളാണുള്ളത്. കടത്തിൽ മുങ്ങി വലയുന്നവർ, മുന്നോട്ടൊരു ഗതി കിട്ടാൻ സാധ്യമല്ല എന്ന് തീരുമാനിച്ച് നിരാശയിലായി മരിച്ചാൽ മതി എന്ന് ഓർക്കുന്നവർ, വൈവാഹിക ജീവിതത്തിൽ ചെറിയ ചെറിയ പോറലുകളും ഇഷ്ടക്കുറവുകളും മുഷ്ടിലുകളും വാശിയും വന്ന് വൈവാഹിക ബന്ധം പോലും വിട്ടുപോകാവുന്ന രീതിയിൽ അപകടത്തിലായിരിക്കുന്നവർ, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മരിച്ചു പോയതുകൊണ്ട് ഇണയേറ്റ കളിയെപ്പോലെ മനസ്സ് വേദനിച്ച് ഉഴന്ന് ഭാരപ്പെട്ട് എന്നും കണ്ണീരും കൈയുമായി കഴിയുന്നവർ, എല്ലാം മരുഭൂമിയുടെ അനുഭവമാണ്. ഓരോരുത്തർക്കും അനുഭവങ്ങളുണ്ട്. ഒരാൾക്കുള്ള അനുഭവമായിരിക്കില്ല വേറൊരാൾക്ക്. മരുഭൂമിയുടെ അനുഭവം, യാതനയും വേദനയും തിങ്ങിയ മരുഭൂമിയുടെ അനുഭവം. ഒരു മഴത്തുള്ളി കിട്ടുകയില്ല, മഴ പെയ്യുന്നില്ല. മുകളിൽ നിന്നുള്ളതായ ഒരു കനിവിൻ്റെ, അലിവിൻ്റെ ഒരു മഴത്തുള്ളി പോലും ഭൂമിയിലേക്ക് പെയ്യുന്നില്ല. മരുഭൂമിയാണ്. വരണ്ട അനുഭവം, വരൾച്ച. അനേകം കാര്യങ്ങളിൽ നിങ്ങൾ പലരും വരണ്ട അനുഭവത്തിലായിരിക്കും. വരണ്ട അനുഭവത്തിൽ പൈസയുടെ കാര്യത്തിൽ വരണ്ട അനുഭവമായിരിക്കും. ചിലപ്പോൾ രോഗം വന്നതുകൊണ്ട് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വരണ്ട അനുഭവമായിരിക്കും. മാതാപിതാക്കൾ നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ വാശി പിടിച്ച് വല്ലതും പറയുകയോ ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരൾച്ച ഉണ്ടായിരിക്കും. നിങ്ങളുടെ ബിസിനസ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വരൾച്ച വരുന്നുണ്ടാകും. ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ച് ഒരു ജോലി കിട്ടുന്നില്ല, അതുകൊണ്ട് വരൾച്ച ഉണ്ടാകും. എന്തെന്നെല്ലാം വരൾച്ചകളാണെന്നുള്ളത്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, മരുഭൂമിയിൽ അവളെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവം വരുന്നത് നല്ലതാണ്. ഈ വരൾച്ച വരുന്നത് നല്ലതാണ്. ഈ വരൾച്ച കൊണ്ട് സാധിക്കുന്നത് നിത്യനായ ദൈവം മനുഷ്യനോട് സംസാരിക്കുമെന്നാണ്. കാരുണ്യവാനായ ദൈവം മനുഷ്യനോട് സംസാരിക്കും. മരുഭൂമിയുടെ അനുഭവം വരുമ്പോൾ നാം നിരാശപ്പെടേണ്ട കാര്യമില്ല. ജീവനുള്ള ദൈവം എന്നോട് സംസാരിക്കാൻ ഈ അവസരം ഉപയോഗിക്കും. ദൈവം എന്നോട് ഹൃദ്യമായി സംസാരിക്കും. അതാണ് നാം വായിക്കുന്നത്. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവളെ വശീകരിച്ച്, അവളെ ആകർഷിച്ച്, അവളെ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും. പ്രയാസമാണ് മരുഭൂമി. പക്ഷേ ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും, സ്നേഹത്തോടെ സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അതൊരാശ്വാസമാണ്. മരുഭൂമിയുടെ ആ വരൾച്ചയിൽ ദൈവത്തിൻ്റെ ഹൃദ്യമായ വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷവും ആശ്വാസവും നമുക്ക് ലഭിക്കും. വചനം കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനം ലഭിക്കും. ആ മരുഭൂമിയിൽ വെച്ച് ദൈവം സംസാരിക്കുമ്പോൾ ദൈവം സംസാരിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഇന്ന് പ്രഭാതത്തിൽ ഞാനിത് എഴുന്നേൽക്കുന്നു. കർത്താവേ ഇന്ന് പകൽ എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് സന്ധിക്ക് മുമ്പ് എന്തെല്ലാം സംഭവിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ എന്താണെങ്കിലും നാഥ ഇന്ന് ഈ ദിവസം ഞാൻ നിൻ്റെ കയ്യിലേക്ക് തരികയാണ്, എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരികയാണ്. എനിക്ക് മരുഭൂമിയുടെ ഏതനുഭവം വന്നാലും ഞാൻ തളരുകയില്ല. നീ എന്നോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് സംസാരിക്കണം, ഹൃദ്യമായി സംസാരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും നീ എന്നെ വിട്ട് മാറരുത്. നിൻ്റെ ശബ്ദം എനിക്ക് മുടങ്ങിപ്പോകരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ശബ്ദം മുടങ്ങിപ്പോകരുത്. ദൈവവചനം കേൾക്കുന്നത് എനിക്ക് മുടങ്ങിപ്പോകരുത്. ദൈവവചനത്തുള്ളതായ ആഭിമുഖ്യം മുടങ്ങിപ്പോകരുത്. ദൈവവചനത്തുള്ളതായ ആസക്തി മുടങ്ങിപ്പോകരുത്. ദൈവവചനത്തുള്ളതായ ആർത്തി കുറഞ്ഞു പോകരുത്. വചനം ഇന്ന് പകൽ കർത്താവേ, ഇനി ഞാൻ ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നു. ഇന്ന് പകൽ മുഴുവനുള്ള ഈ ജീവിതത്തിൽ എപ്പോഴും നിൻ്റെ വചനം എന്നെ വഴി നടത്തണം. നിൻ്റെ വചനൻ്റെ കാലുകൾക്ക് ദൈവമായിരിക്കണം, എൻ്റെ ഓടുവഴികൾക്ക് പ്രകാശമായിരിക്കണം. വചനം എന്നെ വഴി നടത്തണം. വചനം. ആകുലമനസ്കരായി നാം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ തിരുവചനം എടുത്ത് ഏതെങ്കിലും ഭാഗമായിക്കൊള്ളട്ടെ നിങ്ങൾ വായിക്കുമ്പോൾ എന്തോ ഒരു സമാധാനവും സ്വസ്ഥതയും നിങ്ങൾക്ക് ലഭിക്കും. അത് ക്രിസ്തുവിൽ നിന്ന് വരുന്നതാണ്, ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. നിങ്ങൾ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പക്ഷേ ഏങ്ങലടിച്ചു പോകും, കരഞ്ഞു പോകും. കാരണം നിങ്ങളുടെ അനുഭവമാണ് പറയുന്നത്. ഒരവസരത്തിൽ ഞങ്ങൾക്ക് പാടത്ത് കൃഷി ഉണ്ടായിരുന്ന സമയത്ത്, കൃഷിപ്പാടത്ത്
കർഷക തൊഴിലാളി യൂണിയൻ സമരം തുടങ്ങി. ചവർ മുറിക്കാൻ നമ്മുടെ വേലക്കാർ വരുന്നില്ല, ഞാറ് പറിക്കാൻ വരുന്നില്ല, ഞാറ് നടാൻ വരുന്നില്ല, ഒഴുകാൻ വരുന്നില്ല. അങ്ങനെ വന്നപ്പോഴേക്കും ഒരു വലിയ പ്രയാസം വന്നു. അന്ന് ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പറമ്പിൽ റബ്ബർ തൈയുടെ ഇടയ്ക്ക് കിളയ്ക്കാനായിട്ട് അന്ന് കുറേ ആളുകൾ വന്നു. ഈ തൊഴിലാളി യൂണിയൻ ആവശ്യപ്പെട്ടു, ഇവിടെ നിന്ന് ഇവിടെ ഈ നാട്ടിൽ ഉള്ള ഇവിടെ ഞങ്ങൾ പറയുന്നവർ മാത്രമേ പണിയാവൂ, അല്ലാത്തവർ ആരെയും പണിയിക്കില്ല എന്ന് പറഞ്ഞു. അതൊരു വലിയ ഒരു മത്സരവേദിയായിപ്പോയി. ഭാഗ്യവശാൽ ഞാൻ ഒന്ന് മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഒരു യുദ്ധം എൻ്റെ പറമ്പിലുണ്ടാകരുത്. ഞാൻ പ്രാർത്ഥിച്ചു. ഒരു തുള്ളി ചോര പറമ്പിൽ വീഴരുത്, അത് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് കേൾക്കുന്നത്, അവിടെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സ്ഥലമാണല്ലോ പട്ടിമറ്റത്ത്. അവരെല്ലാം ഈ തൊഴിലാളി യൂണിയൻ നേതാക്കളോട് ഒരുമിച്ച് ഒരു ജാഥയായിട്ട് എൻ്റെ പറമ്പിലേക്ക് വരാൻ പോവുകയാണ്. വലിയ അടിപിടി ഉണ്ടാകും, അവിടെ പണിതുകൊണ്ടിരിക്കുന്നവരെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ, എൻ്റെ സ്റ്റുഡൻറ്റ് തന്നെയാണ്, അവൻ വന്ന് ബൈക്കിലൊന്ന് പറഞ്ഞു, സാറേ അവർ പുറപ്പെടാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. എനിക്ക് വേറെ ആശ്രയമൊന്നുമില്ല, വേറെ ഒന്നും കയ്യിൽ ഒന്നും പ്രവർത്തിക്കാനുള്ള വകയൊന്നും എൻ്റെ കയ്യിലില്ല. ആകെ എനിക്ക് അറിയാവുന്ന പ്രാർത്ഥിക്കാമെന്ന് മാത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എന്നെ സഹായിക്കാൻ അവിടെയുള്ള ചില ആളുകളും വന്നു, അവരൊക്കെ വീട്ടിലുണ്ട്. പക്ഷേ ഞാൻ അകത്തേക്ക് കടന്ന് ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. കർത്താവേ, ശത്രുവിനെ തടയണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് പിന്നെയും വന്ന് എൻ്റെ ആ സ്റ്റുഡൻറ്റ് പിന്നെയും വന്ന് പറഞ്ഞു, ബൈക്കിൽ വന്ന് പറഞ്ഞു, അവർ പുറപ്പെട്ടു തുടങ്ങി, ഇപ്പോൾ താമസിയാതെ വരും, വളരെ ഒരുങ്ങിയിരുന്നോളണം. എന്തൊരുക്കാണ്, നമുക്ക് ഒരുക്കമൊന്നുമില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ പിന്നെയും ദിവസം വായിക്കാൻ തുടങ്ങി. അപ്പോഴാണ് 27 സങ്കീർത്തനം, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനം എനിക്ക് ആശ്വാസമായി. അപ്പോൾ കേൾക്കുന്നു, അവർ പുറപ്പെട്ട് കഴിഞ്ഞു എന്ന്. പിന്നെ ഈ വാക്യം ഓർത്തുകൊണ്ടിരുന്നു, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അത് യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആ സ്റ്റുഡൻറ്റ് തന്നെ പിന്നെയും പാഞ്ഞു വന്നു, സാറേ അവർ പിരിഞ്ഞു പോയി. ഇത് പറ്റി? യോഹന്നാൻ സാറിൻ്റെ അടുക്കലേക്കാണെങ്കിൽ ഞാൻ പോരുന്നില്ല, അവരുടെ നേതാവ് പറഞ്ഞു. കാരണം നേതാവ് എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു. യോഹന്നാൻ സാറിൻ്റെ അടുക്കലേക്കാണെങ്കിൽ ഞാൻ പോരുന്നില്ല എന്ന് പറഞ്ഞു, അവർ പിരിഞ്ഞു പോയി എന്ന്. എനിക്കറിയാം അവരെ പിരിച്ചു വിട്ടത് കർത്താവായ യേശുക്രിസ്തുവാണ്. എനിക്കറിയാം, വേദപുസ്തകം വായിച്ചപ്പോൾ എനിക്ക് ധൈര്യം കിട്ടി, സമാധാനം കിട്ടി. ആ വിപ്ലവത്തിന് ഒരുങ്ങി വന്നവരെ, അടിപിടിക്ക് ഒരുങ്ങി വന്നവരെ കർത്താവ് തന്നെ, മാലാഖമാർ തന്നെ പറഞ്ഞു വിട്ടു, അവരെ അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടു. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ എത്ര അനുഭവങ്ങൾ, ദൈവത്തിന് സ്തോത്രം. പറയുമ്പോൾ വളരെയേറെ അനുഭവങ്ങൾ. കോളേജിൽ ഞാൻ ചെല്ലുമ്പോൾ പിള്ളേരെല്ലാം പുറത്താണ്, എല്ലാ പിള്ളേരും പുറത്ത്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് പറ്റിയെന്ന് അറിഞ്ഞില്ല. ഞാൻ നേരെ എന്ന് എൻ്റെ റൂമിൽ ഇരുന്നപ്പോഴേക്കും പിള്ളേരുടെ ചെയർമാൻ, ഈ യൂണിയൻ ചെയർമാൻ, അവൻ വന്നു, സാറേ ഇന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ക്ലാസ്സില്ലെന്ന് തീരുമാനിക്കുന്ന പിള്ളേരാണല്ലോ. എന്ത് പറ്റിയെന്ന് ചോദിച്ചു. സാറേ, ഞങ്ങളുടെ ഒരു സാറിനെ 2-3 പേര് കൂടി തല്ലി, ഞങ്ങൾ സമരം ചെയ്യുകയാണ്. അപ്പോൾ എന്തിനാ തല്ലിയേ? അപ്പോൾ ഞാൻ അല്പം ഹാസ്യാത്മകം ചോദിച്ചു, എന്താ സാറ് തല്ലുകൊണ്ടെങ്ങനെ? അത് സാറ് ബാറിൽ വെച്ച് തല്ലുകൊണ്ട്. ഓ, അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ബാറിൽ പോകണമായിരുന്നോ? സാറ് തമാശ പറയേണ്ട സമയം ഇതല്ല, ഞങ്ങൾ താണ്ടെ പോലീസ് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ അവനോട് ചോദിച്ചു, ശരി, തീർച്ചയായിട്ടും പോകണം. കാരണം നിങ്ങളുടെ സാറ് ബാറിൽ വെച്ച് അടി കൊണ്ടുവന്നുള്ളത് ലോകത്തെ എല്ലാവരും അറിയിക്കണം. കാരണം ഇപ്പോൾ ഇതാരും അറിഞ്ഞിട്ടില്ല, അങ്ങനെ എല്ലാവരും അറിയിക്കാൻ പറ്റിയ പരിപാടിയാണ്. അപ്പോൾ ഹാസ്യാൽപ്പെട്ടാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ അന്നേരം ചിന്തിച്ചത്, ഈ വിളിച്ചു കൂവിക്കൊണ്ട് ഞങ്ങളുടെ സാറിന് അടികൊണ്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ ആ പോകുന്ന വഴിയിലെല്ലാം ആളുകൾ എന്ത് വിചാരിക്കും? സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ഒരു അധ്യാപകൻ ബാറിൽ വെച്ച് തല്ലുകൊണ്ടുവന്ന്, കൊള്ളാമല്ലോ, ചീത്തപ്പേരാവില്ലേ? ഞാൻ പറഞ്ഞു, എടാ മാനി, നീ ഈ മണ്ടത്തിരുന്ന് പോകാതെ പിള്ളേരെയൊക്കെ അകത്ത് വിളിച്ച് കയറ്റാൻ പറഞ്ഞു. പക്ഷേ അതിനകം ഞാനൊരു കാര്യം ചെയ്തിരുന്നു. ഞാൻ അകത്ത് എൻ്റെ റൂമിൻ്റെ പിറയിൽ വേറൊരു സൗകര്യപ്രദമായ റൂമുണ്ട്, അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ,
ഈ ഇത്രയും കാലം സമരം കൂടാതെ, എൻ്റെ പ്രിൻസിപ്പൽഷിപ്പിൻ്റെ കാലത്ത് സമരം കൂടാതെ കർത്താവെ നീ നയിച്ചല്ലോ, ഇതിപ്പോഴും നീ എന്നെ സഹായിക്കണം. പ്രാർത്ഥിച്ചു. പിള്ളേരെല്ലാം ഓടി അകത്ത് കയറി. നേതാവ് പറഞ്ഞപ്പോൾ അകത്ത് കയറുമല്ലോ. ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധി വന്നാലും പ്രാർത്ഥിക്കാം, തിരുവചനം വായിക്കാം. തിരുവചനം വായിക്കുക. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, അതിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അത് യഹോവെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. ഉത്തമഗീതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരുവൾ ആർ? മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നവരിവൾ ആര്? ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നവരിവൾ ആര്? ഈ ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ്, പാട്ടുകളുടെ പാട്ട് എന്നാണ് എൻ്റെ പേര് തന്നെ. ഉത്തമഗീതം മികച്ച പാട്ടാണ്, ഏറ്റവും ശ്രേഷ്ഠമായ പാട്ടാണ്. ഒരു സാധാരണ മനുഷ്യൻ വായിച്ചാൽ അത് വേദപുസ്തകത്തിൽ എന്തിനാണ് ഈ പുസ്തകം ചേർത്തെന്ന് തോന്നിപ്പോകും. കാരണം അതിൽ ചില പദപ്രയോഗങ്ങളെല്ലാം ആലങ്കാരികമായി അലങ്കാര ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണ്. അതെല്ലാം പ്രതീകാത്മകമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം, മിസ്റ്റിക്കാണ്, മിസ്റ്റിക് പോയട്രിയാണ്. മിസ്റ്റിക് പോയട്രി. ഉത്തമഗീതം മനോഹരമായ കവിതയാണ്. അത് മിസ്റ്റിക് കവിതയാണ്. മിസ്റ്റിക്, ദൈവാത്മാവും ജീവാത്മാവും മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം, അതാണ് മിസ്റ്റിക് കവിത. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം. പരമാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ്, ജീവാത്മാവ് മനുഷ്യൻ്റെ ആത്മാവ്. പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ളതായ ബന്ധം, അതാണ് മിസ്റ്റിക് പോയട്രി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ മിസ്റ്റിക് കവിതയിൽ അതിൽ നാം ഒരു കഥാപാത്രത്തെ കാണുന്നു. അത് ശലോമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. അതിസുന്ദരിയായൊരു യുവതിയാണ് അവൾ പലപ്പോഴും ഒരു നാരകത്തിൻ ചുവട്ടിൽ പോയി ഇരിക്കാറുണ്ട്. അതെന്താണ്? ആ നാരകത്തിൻ ചുവട്ടിലാണ് അവളുടെ അമ്മ അവളെ പ്രസവിച്ചത്. എന്തുകൊണ്ടോ അമ്മയ്ക്ക് സ്വന്തം വീട്ടിൽ പ്രസവിക്കാൻ പറ്റിയില്ല. ഒരു നാരകത്തിൻ്റെ ചുവട്ടിൽ അവളുടെ അമ്മ പ്രസവിച്ചു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്ന ഒരുവൾ ആർ? നാരകത്തിൻ ചൂട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഞാൻ നിന്നെ ഉണർത്തി. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്റെ അമ്മ നിന്നെ പ്രസവിച്ചത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് ഈറ്റുനോവ് കിട്ടിയത്. അവിടെ വെച്ചല്ലോ നിന്നെ പെറ്റവൾക്ക് പ്രസവവേദന വന്നത്. സ്തോത്രം. നാരകത്തിൻ ചുവട്ടിൽ വെച്ച് ഒരു അനാഥയെ പോലെ. ഈ അമ്മയ്ക്ക് അവളെ വാത്സല്യഞ്ഞിട്ടല്ല, എന്തുകൊണ്ടോ അമ്മയ്ക്ക് അവളെ വളർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഈ ശിശുവിനെ ഒരു ഇടയ യുവാവ്, ആട്ടിടയും തന്നെയാണ്, ഇടയ യുവാവ് അവളെ കണ്ടു, അവളെ വളർത്തി, അവളെ പരിപാലിച്ചു, അവളെ എല്ലാ കാര്യങ്ങളിലും കഴിവുള്ളവളാക്കി തീർത്തു, വിദ്യാഭ്യാസം കൊടുത്തു, അവൾക്ക് പ്രയാസങ്ങളൊന്നും വരാതെ അവളെ കാത്തു പരിപാലിച്ചു. അങ്ങനെ ജനിച്ച നാൾ മുതൽ ഇവൾ ആ ഇടയുവാവിൻ്റെ സംരക്ഷണയിലായിരുന്നു. ഇവൾ പ്രായമായി, യുവതിയായി, അതിസുന്ദരിയായ യുവതിയായി. അവിടെ ആ ആട് നോക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ ഇവളും ഇടയുവാവും തമ്മിൽ വാക്ക് പറഞ്ഞു, വിവാഹ നിശ്ചയം ചെയ്തു. എന്താണ് അതിൻ്റെ സിംബോളിക് മീനിങ്? എന്താണ്? കർത്താവായ യേശുക്രിസ്തുവും മണവാട്ടി സഭയും ഒരുമിച്ച് ഒരു ഉഭയസമ്മതത്തിലെത്തുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തു മണവാളനും സഭ മണവാട്ടിയുമാകുന്നു. സഭ ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞു, ക്രിസ്തു സഭയോടും വാക്ക് പറഞ്ഞു. ഞാൻ നിനക്കുള്ളവളെന്ന് സഭ പറഞ്ഞു, ഞാൻ നിനക്കുള്ളവനെന്ന് ഇടയനും പറഞ്ഞു. ഇടയൻ കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു സഭയിൽ നമ്മൾ എന്താണ് കാണിക്കുന്നത്? അത് അലങ്കാര ഭാഷയിൽ ഈ പുസ്തകം എഴുതിയെന്നേ ഉള്ളൂ. ഏറ്റവും ശ്രേഷ്ഠമായൊരു സാഹിത്യ സുന്ദരമായ കവിതയാണിത്, ഈ ഉത്തമഗീതം. അർത്ഥം മനസ്സിലാക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഉൾപ്പൊരുൾ തിരിഞ്ഞു കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താ ഈ വേദപുസ്തകത്തിൽ ഇതൊക്കെ എഴുതിയെന്ന് നമുക്ക് തോന്നും. യേശുക്രിസ്തു സഭയിൽ നിന്നുള്ളതായ സ്നേഹബന്ധം, അതാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത്. പൗലോസ് എഴുതിയ 2 കൊരിന്ത്യർ 11:2. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയെ ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ യാഥാർത്ഥ്യമാണ്. നാം ഈ ഭൂമിയിലുള്ള മനുഷ്യരെ ഓരോരുത്തരും വിശ്വസിക്കുക,
നമ്മുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു മണവാളിന് വേണ്ടി നാം നിയമിക്കപ്പെട്ടവരാകുന്നു. നമ്മെ യേശുക്രിസ്തു വളർത്തി, നമ്മെ ചോരയിലും ചെളിയിലും കിടന്ന് ഉരുളുമ്പോൾ നമ്മെ എടുത്ത് കുളിപ്പിച്ച് വസ്ത്രം ചുറ്റി നമ്മെ വളർത്തിക്കൊണ്ടുവന്നു. എല്ലാം യേശു ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവായ യേശുക്രിസ്തു നമ്മെ കാവൽ ചെയ്തു. ഇത്രയും കാലം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആപത്തുകൾ വന്നു, ഒന്നും നമ്മളെ തൊടാതെ കർത്താവ് കാത്തു. മരണം വന്ന് നമ്മെ വാതിക്കലൊന്ന് ഒട്ടി, പക്ഷേ മരിക്കാതെ നമുക്ക് കർത്താവ് ആയുസ് തന്നു. എത്രയെത്ര അപകടങ്ങളിൽ നിന്ന് കർത്താവ് നമ്മെ രക്ഷപ്പെടുത്തി. ഓർത്ത് നോക്കിയാൽ അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ അത്ഭുതം. ദൈവം നമ്മെ ഇതുവരെയും കാത്തു പരിപാലിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ യേശുക്രിസ്തു നമ്മെ തൻ്റെ സഭയായി, മണവാട്ടി സഭയായി സ്വീകരിച്ചിരിക്കുന്നു, വിവാഹം ചെയ്തിരിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ടില്ല, വിവാഹമായിട്ടില്ല. മണവാട്ടിയെ വിവാഹം കഴിക്കുന്നത് എന്താണ്? അത് മധ്യാകാശത്തിൽ വെച്ചാണ്, ഭൂമിയിൽ വെച്ചല്ല. കർത്താവായ യേശു രണ്ടാമത് വരുമ്പോൾ അന്ന് കർത്താവിൻ്റെ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. അങ്ങനെ നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ കർത്താവ് മധ്യാകാശം വരെയും ഇറങ്ങി വരും. സ്വർഗാരോഹണം ചെയ്തു പോയ കർത്താവ് മധ്യാകാശത്തിലേക്ക് തന്നെ സഭയെ സ്വീകരിപ്പാൻ എഴുന്നള്ളി വരും. അവിടെ ആ സ്വർഗീയമായ രാജാധിരാജൻ്റെ മണിപ്പന്തലിൽ അവിടെ വിവാഹ മഹോത്സവം നടക്കും. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞാൻ്റെ കല്യാണ സദ്യയ്ക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് വെളിപ്പാട് പുസ്തകം പറയുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ചിത്രം കിട്ടും. നാം യേശുക്രിസ്തുവുമായി ഒന്നായിത്തീരും. അദ്വൈതം എന്ന് ഹൈന്ദവ ഫിലോസഫി പറയുന്ന അദ്വൈതം, ദ്വൈതമല്ല, ഒന്നാണ്, ഏകമാണ്. അദ്വൈതം, ക്രിസ്തുവും മനുഷ്യനും ദൈവവും മനുഷ്യനും ഒന്നാണ്, രണ്ടല്ല. അദ്വൈതം, ദ്വൈതമല്ല, അദ്വൈതം. അതാണ് അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നതാണ്. ഹൈന്ദവ ഫിലോസഫിയിലെ ആ സിദ്ധാന്തം അത് ഇപ്പോൾ നമുക്ക് അറിയാൻ പാടില്ലെങ്കിലും ഇത്രയും മനസ്സിലാക്കുക: നാമം ക്രിസ്തു ഒന്നായി തീരും. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്വീകരിക്കുന്നു. എല്ലാം മറന്ന ക്രിസ്തുവിന് മണവാട്ടിയായി തീരുന്നു. അതുകൊണ്ടാണ് വിവാഹോദാസിയിൽ പറയുന്നത്: ഏതെന്തോട്ടം നട്ടോനേ നീയാണൻ യുവമണവാളൻ, നിന്തോട്ടത്തിൽ നിൻപേർക്കായി വിശിച്ചിടുക കുളിതന്നൽ. നാദൂരെ പോകരുതേ, ഈയുള്ളോളെ തള്ളരുതേ, മാനിപ്പാൻ മടി കാണിച്ചാൽ ക്ഷീണിച്ചയ്യോ ഞാൻ ചാകും. നാളും മാസവും ആണ്ടും ഞാൻ പാവപ്പാഴിരുളിൽ പോകി, നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ഞാനെന്നീച്ചേ. സ്തോത്രം. നാളുകളല്ല, മാസങ്ങളുമല്ല, ആണ്ടുകൾ പാവത്തിൻ്റെ പാഴികളിൽ പോക്കികളാണ് ഈ സീയോൻ പുത്രി. എന്നാൽ എൻ്റെ കർത്താവേ, നീ എൻ്റെ കണ്ണ് തുറന്നു. എൻ്റെ കർത്താവേ, അപ്പോൾ ഞാൻ ജീവിച്ചു. നാളും മാസവും ആണ്ടും ഞാൻ പാപത്തിൻ്റെ പാഴികളിൽ പോക്കി, പാപപ്പാഴി ഇരുളിൽ പോക്കി, പാപത്തിൻ്റെ കൂരിട്ടിൽ ഞാൻ നാളുകൾ കഴിച്ചുപോയി. എങ്കിലും ഒരു ദിവസം ഞാൻ നിൻ്റെ ജീവധ്വനി കേട്ടു. നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണ് തെളിഞ്ഞു, ആനന്ദിച്ചു. അപ്പോഴാണ് ഈ കണ്ണ് തെളിഞ്ഞത്. ക്രിസ്തുവിന് ഉണവാട്ടിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുള്ളത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്? വിവാഹം കഴിഞ്ഞ് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ക്രിസ്തുവിന് ഉണവാട്ടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വപ്പെടട്ടെ. ഇതെല്ലാം പരസ്പരം ബന്ധിതമാണ്. ഈ വിവാഹ കൂദാശയും അതുപോലെ വേദപുസ്തക കാര്യങ്ങളെല്ലാം പിതാക്കന്മാർ അത് എഴുതി ചേർത്തതെല്ലാം വളരെ മനോഹരമായ ആത്മീയമായ അനുഭവത്തിൽ കൂടിയാണ്. നമ്മുടെ പ്രിയ പുണ്യപിതാക്കന്മാർ, സഭയുടെ പിതാക്കന്മാർ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു, ശ്രേഷ്ഠരായിരുന്നു. ഇന്ന് ഈ കാലത്ത് ആ വിശ്വാസം അതെല്ലാം കുറേയൊക്കെ പോയല്ലോ, എല്ലാം കൈമോശം വന്നു പോയല്ലോ. ഇന്ന് ഇതൊക്കെ ആരറിയുന്നു? ആർക്കറിയാം? ആരും ചിന്തിക്കുന്നില്ല. യേശുക്രിസ്തു എന്ന വിശുദ്ധ മണവാളനുമായി വിവാഹം ചെയ്യപ്പെട്ട കന്യകയാണ് ഞാനെന്ന് ആരറിയുന്നു? ആരും അറിയുന്നില്ല. ഇന്ന് ഈ മണവാട്ടിയെ, ക്രിസ്തുവിന് വേണ്ടി വിവാഹം ചെയ്യപ്പെട്ട മണവാട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ചോരന്മാർ വരുന്നു, കള്ളന്മാർ വരുന്നു. വിവാഹോദശയിൽ കാണാം, ചോരന്മാർ, കള്ളന്മാർ വരുന്നു. ഈ പെൺകുട്ടി, സുന്ദരിയായ പെൺകുട്ടിയെ, സഭയാകുന്ന മണവാട്ടിയെ
ക്രിസ്തുവിന് വേണ്ടി വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യയെ റാഞ്ചിക്കൊണ്ടുപോകുവാൻ ചോരന്മാർ വരുന്നു, ഇന്ന് കള്ളന്മാർ വരുന്നു. അതാണ് ഇന്ന് എല്ലായിടത്തും കാണുന്നത്. പിശാചുക്കൾ, ദുരാത്മാക്കൾ അനേകരെ പിശാച് തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ മണവാട്ടി സഭയെ അനേകർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു, വഞ്ചിച്ചു കൊണ്ടുപോയിരിക്കുന്നു, റാഞ്ചിക്കൊണ്ടുപോയിരിക്കുന്നു, നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ സഭയാകുന്ന മണവാട്ടി ക്രിസ്തുവിനോട് വാക്ക് പറഞ്ഞു, ഞാൻ നിൻ്റെ മണവാട്ടി തന്നെ, ഞാൻ നിൻ്റെ കാന്ത തന്നെ. ക്രിസ്തു അവളോട് പറഞ്ഞു, ഞാൻ നിൻ്റെ മണവാളൻ തന്നെ, ഞാൻ നിൻ്റെ ഭർത്താവ് തന്നെ. ഞാനാവുന്നതിൻ്റെ ഭർത്താവ്. ഹോശേയ പ്രവചനം വായിക്കുമ്പോൾ ഞാനാവുന്നതിൻ്റെ ഭർത്താവ്. ഹോശേയ പ്രവചനത്തിൽ അതിനെക്കുറിച്ച് വാക്യങ്ങളുണ്ട്, ഞാൻ അതൊക്കെ എടുക്കുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കേൾക്കൂ, രത്നച്ചുരുക്കം നിങ്ങൾ അറിയുക. ഈ ശലോമി അവൾ സുന്ദരിയായി വളർന്നു. പക്ഷേ അവൾക്ക് ഈ ഇടയനോടുള്ളതായ സ്നേഹം വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഇടയൻ ആടുകൾ നോക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് അവളെ കാണും, സന്തോഷമാണ്. പക്ഷേ വിവാഹം നടന്നിട്ടില്ല. അവൾ ശരീരത്തിൽ തൊടുക പോലും ചെയ്തിട്ടില്ല. ഇത് വായിക്കും കാണാം, ശരീരം തൊടുക പോലും ചെയ്തിട്ടില്ല. വിശുദ്ധമായിരുന്നു ആ സ്നേഹം, വിശുദ്ധ സ്നേഹം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഇരിക്കെ ഒരവസരത്തിൽ ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് ശലോമോൻ രാജാവ് വന്നു. ശലോമോൻ രാജാവ് ഒരു മൃഗയാ വിനോദത്തിന് വേണ്ടി, നായാട്ടിന് വേണ്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഏതോ ഉത്സവം ആഘോഷിക്കുന്നതിന് വേണ്ടിയോ എന്തോ ആ ഗ്രാമത്തിൽ കൂടി വരാനിടയായി. അന്ന് രാജാവ് ഈ സുന്ദരിയെ കണ്ടു, ശലോമിയെ കണ്ടു. രാജാവിന് വളരെ ബോധിച്ചു. ശലോമോന് ഭാര്യമാർ ധാരാളമുണ്ട്. രാജാവ് തീരുമാനിച്ചു, ഇവളെയാണ് ഏറ്റവും പട്ടമഹിഷിയായിട്ട്, ഏറ്റവും പ്രിയപ്പെട്ട രാജ്ഞിയാക്കിയിട്ട് വാഴിക്കാൻ പോകുന്നത്. രാജാവ് കൊട്ടാരത്തിൽ ചെന്നതിന് ശേഷം ഇവളുടെ ആംഗിൾമാരെ വിളിച്ചു. അവർ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ചെന്നു. നിങ്ങളുടെ സഹോദരിയെ ഞാൻ കണ്ടു, അവളെ വിവാഹം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ കൊട്ടാരത്തിൽ രാജ്ഞിയായിട്ടുള്ള വാഴിക്കാം, അവളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞു വിടണം. അവർക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ല. സന്തോഷത്തോടുകൂടി അവർ വീട്ടിലേക്ക് ആനന്ദപ്രഹർഷത്തോടെ കടന്നു ചെന്നു. ഇവൾ പറഞ്ഞു, മോളെ, നിനക്ക് ഒരു വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് വലിയ ഭാഗ്യം കിട്ടിയിരിക്കുന്നു. നിന്നെ രാജാവ് ശലോമോൻ നിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവൾ മിണ്ടുന്നില്ല. എന്തിനീ മിണ്ടാത്തത്? അതെ, ഞാൻ എന്നെ ജനിച്ച കാലത്ത് തന്നെ വളർത്തിയ, എന്നെ പോറ്റി പുലർത്തിയ ഒരു ഇടയനുണ്ട്. അദ്ദേഹവുമായി ഞങ്ങൾ വാക്ക് പറഞ്ഞു പോയല്ലോ, അദ്ദേഹത്തിന് ഭാര്യയാകും ഞാൻ. നീ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ കുടുംബത്തിൽ കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യം രാജാവിൻ്റെ ഭാര്യയാകുന്ന നിസ്സാര കാര്യമാണോ? ശരിയാണ്, പക്ഷേ ഞാൻ വാക്ക് പറഞ്ഞു പോയി, അത് മാറാൻ പറ്റുകയില്ല. അവർക്ക് ദേഷ്യം വന്നു. അവളെ ഈ ആടുകൾ നോക്കുന്ന വേലയിൽ നിന്ന് മാറ്റിക്കൊണ്ടുവന്ന് മുന്തിരിത്തോട്ടത്തിൻ്റെ ആൾക്കാരെയൊക്കെ നിർത്തി. വെയിലത്ത് നിന്ന് കറുക്കട്ടെ, ഇവളുടെ സൗന്ദര്യം കൊണ്ടല്ലേ ഇവളുടെ അഹങ്കാരം, ഇവളൊന്ന് കറുത്തു പോകട്ടെ, സൗന്ദര്യം ക്ഷയിക്കട്ടെ. വായിക്കാം. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും എന്നെ തുറിച്ചു നോക്കരുത്. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കാലും നിങ്ങൾ എന്നെ തുറിച്ചു നോക്കരുത്. ഇരുൾ നിറം പറ്റിപ്പോയി, പാവം പെൺകുട്ടി നല്ല സൗന്ദര്യമുള്ളതായിരുന്നു. പക്ഷേ അവളെ സൗന്ദര്യം നശിക്കാനായിട്ട്, കറുത്തു പോകാനായിട്ട് അവളെ മുന്തിരിത്തോട്ടത്തിന് കാവൽക്കാരാക്കി. ദൈവത്തിന് എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, അമ്മയുടെ പുത്രന്മാരെന്നോട് കോപിച്ചു. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി നിർത്തി. എൻ്റെ സൗന്ദര്യം ക്ഷയിക്കാൻ വേണ്ടി അവരെ വാശി പിടിച്ച് എന്നെ മുന്തിരിത്തോട്ടത്തിനെ കാവലാക്കി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ ആംഗ്ലമാരെന്ത് ചെയ്തു? അവർ പരസ്പരം പറയുകയാണ്. 8-ാം അധ്യായം 8-ാം വാക്യം. നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. അവർ പറയുകയാണ്, എവളോ അനുസരണങ്ങളായിപ്പോയി, കുടുംബത്തിൽ വരുന്ന ഐശ്വര്യം അവൾ കളഞ്ഞില്ലേ, വേണ്ട, നമുക്കൊരു കൊച്ചു പെങ്ങളുണ്ട്, പ്രായപൂർത്തിയായിട്ടില്ല, അവൾക്ക് പ്രായപൂർത്തിയായി കഴിയുമ്പോൾ അവളെ ശലോമോൻ രാജാവിന് കൊടുക്കാം എന്ന് അവർ പറയുകയാണ്. നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്തനങ്ങൾ വന്നിട്ടില്ല, അവൾക്ക് പ്രായപൂർത്തിയായിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്തു ചെയ്യും? കല്യാണം പറയുന്ന നാട്ടിൽ അവൾക്ക് വേണ്ടി ഇതാ ചെയ്യാൻ നോക്കുക പറ്റുള്ളൂ. രാജാവിന് അവളെ കൊടുക്കാം. ഇവളോ അനുസരണക്കെട്ടുകളായി പോയില്ലേ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ശലോമോൻ രാജാവിൻ്റെ പട്ടമഹിഷിയാകാനുള്ളതായ സൗഭാഗ്യം അവൾ വേണ്ടായെന്ന് വെച്ചു. എന്നിട്ട് അവൾ ആ ഇടയനെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരുന്നു. ശലോമോൻ രാജാവ് ഒരു കാര്യം ചെയ്തു. ഇവൾക്ക് എൻ്റെ പ്രതാപം കാണുമ്പോൾ അവൾക്ക് മനസ്സ് മാറുമായിരിക്കും. അവൾക്ക് വേണ്ടി പ്രത്യേകം ഒരു അരവനയുണ്ടാക്കി, മനോഹരമായൊരു അരവന. അതിൽ സുന്ദരമായ അരവന കാണുമ്പോൾ മോഹിച്ചു പോകുന്ന അദ്ദേഹം വിചാരിച്ചു. അവിടെ അവളെ കാക്കുവാനും ശലോമോൻ്റെ വലിയ വലിയ സിദ്ധികൾ പറഞ്ഞു കൊടുക്കാനും ശലോമോൻ്റെ പ്രതാപം മനസ്സിലാക്കി കൊടുക്കാനും പാട്ടുപാടാൻ യെരൂശലേം പുത്രിമാരെ കന്യകമാരിയാക്കി. ഇവൾ ആ മുറിയിലിരിക്കും. യെരൂശലേം പുത്രിമാർ
അവൾക്ക് ചുറ്റും ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ശലോമോൻ്റെ വർണ്ണനയാണ്. ശലോമോൻ്റെ ഭാര്യമാരുടെ സൗന്ദര്യം, ശലോമോൻ്റെ ജ്ഞാനത്തിൻ്റെ കഴിവ്, ശലോമോൻ്റെ പ്രതാപത്തിൻ്റെ മഹിമ എല്ലാവരും ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കും. ഓരോ പാട്ടും കഴിഞ്ഞിട്ട് അവർ ചോദിക്കും, ശലോമി ഇത്രയും പ്രതാപശാലിയായ രാജാവിന് വേണ്ടെന്ന് ചോദിക്കുന്നത് കഷ്ടമല്ലേ? അപ്പോഴെല്ലാം അവൾ പറയും, വായിക്കാം, യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, എൻ്റെ പ്രിയനോടുള്ള സ്നേഹം മാറുകയില്ല. യെരൂശലേം പുത്രിമാരെ, വയലിലെ ചെറുമാനുകളാണ്, പേടമാനുകളാണ്. പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. സ്തോത്രം. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ശാന്തമായി ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. കർത്താവേ, ഇന്ന് നീ എൻ്റെ സംസാരിച്ച വാക്കുകളിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഞാൻ ഇപ്പോഴും ക്രിസ്തുവിനെ ഉണർത്തിയാകാനുള്ള യോഗ്യത നേടിയിട്ടില്ല. ഞാൻ നന്ദികെട്ടവനായി ജീവിച്ചു പോയി. എന്നെ കോരിയെടുത്ത സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല, ഞാൻ കണ്ടില്ല. നാശത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് എന്നെ കോരിയെടുത്ത സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല. എന്നെ ആഴമുള്ള കുഴിയിൽ നിന്ന് കൊടുഞ്ചേറ്റിൽ നിന്ന് ഉയർത്തിയ സ്നേഹത്തെ ഞാൻ അറിഞ്ഞില്ല. ആ സ്നേഹത്തിന് പകരമായ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചില്ല. കർത്താവേ, ഇന്ന് ഈ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാനിതാ എൻ്റെ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും തിരുമുമ്പായി ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ആയുസിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാഥാ, നീ എന്നെ തൊടണമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, നിൻ്റെ തിരുരക്തത്തിൻ്റെ മേൽ പുരട്ടണമേ, തിരുരക്തത്താൽ എനിക്ക് ഒരു നവീകരണം തരണമേ. നാഥാ, ഇന്നു മുതൽ നിൻ്റെ ദാസനായി നിൻ്റെ ദാസിയായി ഞാൻ ജീവിക്കുമെന്ന് വാക്ക് പറയുന്നു. നാഥാ, കളങ്കമേശാതെ നിൽക്കുമെന്ന്, ചെളി പുരളാതെ നിൽക്കുമെന്ന്, കറപറ്റാതെ നിൽക്കുമെന്ന് കർത്താവെ ഞാൻ തീരുമാനിക്കുന്നു. ഇന്ന് എൻ്റെ തീരുമാനത്തിന്മേൽ നിൻ്റെ പരിശുദ്ധാത്മാവിനെ മുദ്രവെച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനെ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വ്യക്തമായ നിർണായകമായ തീരുമാനമെടുക്കുന്ന ദിവസമാക്കി തീർത്തതിനായ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഇതുവരെയും ക്രിസ്തുവിനെ ഏകാഗ്രതയോടെ ഭജിച്ചിട്ടില്ല. നിങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. ഏകാഗ്രതയോടെ ക്രിസ്തുവിനെ സ്നേഹിപ്പാനും ക്രിസ്തുവിനെ ഞങ്ങൾ വിശ്വാസത്തോടെ അനുഗമിപ്പാൻ ഞങ്ങളുടെ ജീവിതം ഇതുവരെയും വേണ്ടതുപോലെ പ്രയോജനപ്പെട്ടില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവേ. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് ഈ വചനം കേട്ട എല്ലാവരെയും അതിൻ്റെ തിരുവചനം അനുഗ്രഹിക്കണമേ. തിരുവചനത്താൽ നിന്നെ മക്കളെ കുളിർപ്പിക്കണമേ. അവർക്ക് ആശ്വാസം നൽകണമേ. എല്ലാവരെയും കണ്ണീര് തുടച്ച് സാന്ത്വനപ്പെടുത്തി ആശ്വസിപ്പിച്ച് സമാധാനത്തോടെ ജീവിപ്പം കൃപ നൽകി പറഞ്ഞയക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.